CPMൻ്റെ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പാളിച്ചകളുമായി, കനത്ത വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അവരുടേതായ അഭിപ്രായം സ്വാതന്ത്ര്യത്തോടുകൂടി പറയാനുള്ള അനുവാദം പാർട്ടി സെക്രട്ടറി കൊടുത്തിരിക്കുന്നു. എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം കേൾക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു തുറന്ന മനസ്സോടെ. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പറയുന്ന വാക്കുകൾ നിറം പിടിപ്പിച്ച കഥകളായി മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. പിണറായി വിജയനെതിരെയും MP ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉയർത്തുന്നത് എന്ന് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ശക്തമായ വിമർശനം ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ ശക്തമായ വിമർശനം പിണറായിക്കെതിരെയും MP ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ പാടില്ലായിരുന്നു എന്ന് പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ 10 വർഷം കണ്ട പിണറായി ആയിരിക്കില്ല പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ എത്തുമ്പോൾ. അതിനുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങി. പിണറായി വിജയൻ വളരെ കർക്കശക്കാരനായ നേതാവാണ്. പിണറായിക്ക് പകരം വയ്ക്കാൻ ഇപ്പോൾ CPMൽ ആരുമില്ല സഭയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന അഭിപ്രായം പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉയർത്തിയിട്ടുണ്ട്. KK ശൈലജയെ വിജയിക്കുന്ന സീറ്റിൽ നിർത്തി, ഏതെങ്കിലും സീറ്റിൽ നിർത്തി വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണം എന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് PBയും കേന്ദ്ര കമ്മിറ്റിയും എടുത്ത തീരുമാനം. പിണറായി വിജയനിൽ തന്നെ ആ നിയോഗം എത്തിച്ചിരിക്കുന്നു. 10 വർഷം ഇടതുപക്ഷ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതൊരു ചരിത്രമാണ്. 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പാർട്ടിക്ക് അച്ചടക്കവും വളർച്ചയും ഉണ്ടായത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം കാണിച്ച ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അത് ജനങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റി എന്നത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇനി പ്രതിപക്ഷ നേതാവാകാൻ പോകുന്ന പിണറായിയെ സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഭയക്കണം. പിണറായിക്ക് ഇപ്പോഴും കരുത്തുണ്ട്. ആ കരുത്തിലാണ് CPM പ്രതീക്ഷ അർപ്പിക്കുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് പിണറായി വിജയനുണ്ട്. പിണറായി വിജയനെ പറ്റി പല രീതിയിലുള്ള ആരോപണങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും BJP ഹാൻഡിലുകളിൽ നിന്നും ഒക്കെയാണ്. സംഘപരിവാറും BJPയും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് സംഘപരിവാറിനെതിരെ എടുത്ത കർശന നിലപാടുകൾ, അവർക്കെതിരെ സ്വീകരിച്ച പ്രതിരോധ മാർഗങ്ങൾ അദ്ദേഹത്തെ അവരുടെ കണ്ണിലെ കരടാക്കി മാറ്റി. എക്കാലവും ഒരു കാലത്ത് സംഘപരിവാറിൽ നിന്ന് പിണറായി വിജയന് വധഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗൺമാന്മാരെ അനുവദിച്ചിരുന്നു അന്നത്തെ കരുണാകരൻ സർക്കാർ. എന്നാൽ ഗൺമാന്മാരെ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഊരിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിലും കത്തികൾക്ക് മുമ്പിലും ഒക്കെ നിർഭയനായി നടന്നുപോയ പിണറായി വിജയന് മാത്രമേ പ്രതിപക്ഷ നേതാവാകാൻ പറ്റൂ. KN ബാലഗോപാൽ സൗമ്യനാണ്. KN ബാലഗോപാലിന് പ്രതിപക്ഷ സമരങ്ങളെ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നിട്ടില്ല എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയും വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ 35 അംഗങ്ങളായി ചുരുങ്ങിപ്പോയ LDFനെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ വേണം. LDFൻ്റെ CPMൻ്റെ സംഘടനയുടെ അടിത്തറ കെട്ടിപ്പടുക്കുക, തകർന്നുപോയ അടിത്തറ പടുത്തുയർത്തുക എന്നതായിരിക്കും പിണറായി വിജയൻ്റെ ഇനി അടുത്ത 5 വർഷത്തെ ലക്ഷ്യം.
ഇപ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സായി. ഇനി 5 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുമ്പോൾ സതീശൻ ഭയക്കുക തന്നെ വേണം. നിയമസഭയിൽ ഇതുവരെ കാണാത്ത പിണറായി വിജയനെ കാണാനാകും ജനങ്ങൾക്ക്. ഇപ്പോൾ പിണറായി വിജയൻ ആഡംബരങ്ങളുടെ സെക്യൂരിറ്റിയുടെ വലയത്തിലൊന്നുമല്ല. അദ്ദേഹം സ്വതന്ത്രനായിരിക്കുന്നു. പിണറായി വിജയനെ കാണാൻ പ്രയാസമായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ. എന്നാൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് ജനക്ഷേമകരമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതിനേക്കാൾ ഉപരി ന്യൂനപക്ഷങ്ങളുടെ ഒരു ആശങ്കയാണ് ഇടതുപക്ഷത്തെ തകർത്തത്. മാത്രമല്ല, CPM-നകത്ത് തന്നെ CPM തിരുത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം CPM-കാരും ഉണ്ടായി. അതുകൊണ്ടാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും ഒക്കെ പരാജയം നേരിടേണ്ടി വന്നത്. ആ പരാജയം CPM ഇപ്പോൾ തിരിച്ചറിയുന്നു. ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് ഒരു പക്ഷേ പിണറായി വിജയനായിരിക്കാം. പിണറായി വിജയൻ ഇപ്പോഴും പാർട്ടിക്കാർക്ക് ഇരട്ടച്ചങ്കൻ തന്നെയാണ്. പിണറായി വിജയനെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. പിണറായിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ ഇനി ഉള്ള പിണറായിയുടെ പുതിയ നിയോഗം. ആദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. മുഖ്യമന്ത്രിയായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന ഒരുപാട് പേരുണ്ട്. കരുണാകരൻ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. AK ആന്റണി മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. EK നയനാർ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അപ്പോൾ CPM മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ എടുത്തത് കരുതലോടെ തന്നെയാണ്. കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ വിമർശനം ഉയർന്നു വരുന്നു. ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയാൻ പിണറായി വിജയൻ തന്നെ വേണം. പിണറായി വിജയൻ്റെ ഒറ്റ വാക്കുമതി അണികളെ ഉത്തേജിപ്പിക്കാൻ, അണികളെ ആവേശഭരിതരാക്കാൻ. ഒറ്റ വാക്ക് മാത്രം മതി. അതാണ് പിണറായിയുടെ മാസ്മരികത. തൻ്റെ കയ്യിൽ കളങ്കമില്ല എന്ന് ഒരു പ്രസംഗത്തിൽ പിണറായി പറഞ്ഞിട്ടുണ്ട്. അത്തരം മാസ് ഡയലോഗുകളുമായി പിണറായി വീണ്ടും എത്തും പ്രതിപക്ഷ നിരയിലേക്ക്. നിയമസഭയിൽ പണ്ട് അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞ് അടിയന്തരാവസ്ഥയിലെ മർദ്ദനത്തിൽ ചോരയിൽ കുതിർന്ന ഷർട്ടുമായി പിണറായി കടന്നു വന്നപ്പോൾ വിറച്ചത് കരുണാകരനാണ്. അന്ന് നിയമസഭയിൽ പിണറായി നടത്തിയ പ്രസംഗം ചരിത്രമാണ്. അതാണ് പിണറായി വിജയൻ. കാലം എത്രയായാലും ആ പോരാളിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുത്തത് CPM. ഇനിയാണ് യഥാർത്ഥ പിണറായിയെ കാണാൻ പോകുന്നത് കേരളം.